ഭയങ്കര ഹെവി പൈസ നല്ല പല്ലാണല്ലോ. ഹലോ, എല്ലാവരും സുഖമായിട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ട്രാവലിംഗ് വ്ലോഗ്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോസാണ്. കാരണം ലാസ്റ്റ് വീക്ക് ഫുള്ളും ട്രാവലിംഗ് ആയിരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വെക്കേഷൻ ആണല്ലോ. സോ ഇതാണ് എൻ്റെ കസിൻസ്. ഹണി ഇവിടെ വന്നിട്ട് 2 വർഷമായിട്ടോ ഇമ്മൻസ്റ്റാറ്റിൽ അവിടെ ഒരു ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാണ്. പിന്നെ ഹസ്ബൻഡിനെയും കുട്ടീനെയും ഈ വർഷം ആദ്യത്തിലാണ് കൊണ്ടുവന്നത് കേട്ടോ. അതെ, നമ്മുടെ യാത്ര നമ്മൾ ഇന്ന് പോകുന്നത് മ്യൂൻഷനിലോട്ടാണ്. ഇപ്പോൾ ഇമ്മൻസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ജർമ്മനിയാണ് കേട്ടോ. ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ് ഒക്കെ ബോർഡറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മ്യൂൻഷനിലോട്ടാണ്. ജർമ്മനിയിൽ തന്നെ ഏറ്റവും വലിയ സിറ്റികളിലൊന്നാണ് മ്യൂൻഷൻ. കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഫുഡ് കഴിക്കാനുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ബാക്കി എന്തൊക്കെയാണ് എനിക്കറിയില്ല, ഞാൻ അവിടെ പോയിട്ടില്ല കേട്ടോ. പറഞ്ഞു കേട്ടില്ലല്ലോ മ്യൂൻഷനിൽ. അവിടെ നമ്മളെല്ലാവരും ഒന്ന് മ്യൂൻഷനിലോട്ടാണ് യാത്ര. ഇത് ബ്രിട്ടീഷുകാരുടെ പാലം എന്ന് പറയുമ്പോഴായിരുന്നു ജർമ്മൻകാരുടെ മരത്തിൻ്റെ പാലം കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ ഒരു വ്യൂ കറക്റ്റായിട്ട് കിട്ടും. ഈ കുറേ നാളായിട്ടേ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ എടുക്കാത്തതുകൊണ്ടേ എവിടേക്കോ ഒരു തപ്പല് വരുന്നുണ്ട് എനിക്ക്. നല്ല രസമുണ്ട് കേട്ടോ, ആൾക്കാർക്ക് നിൽക്കുകയും ചെയ്യാം. ഇവിടുത്തെ ലോക്കൽ ട്രെയിനിലാട്ടോ നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 2.5 മണിക്കൂറാണ് ഇമ്മൻസ്റ്റാറ്റിൽ നിന്ന് മ്യൂൻഷനിലോട്ടുള്ള ട്രാവലിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം വരുന്നത് ബയേണിലാണ് കേട്ടോ. ബയേൺ എന്ന് പറയുന്നത് സൗത്ത് ജർമ്മനി കൂടിയാണ്. ജർമ്മനിയിലെ മറ്റ് റീജിയനിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ബയേണിൽ വന്നിട്ട് ലാംഗ്വേജിലെ ഡയലക്റ്റിലും പിന്നെ ലാൻഡ്സ്കേപ്പിൽ അതുപോലെ തന്നെ ക്ലൈമറ്റിലും ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഭാഗത്തോട്ട് കുറച്ച് തണുപ്പ് കൂടുതലായിരിക്കും, കാരണം ആൽപ്സ് പർവ്വതനിരകളാണ് ചുറ്റുമുള്ളത്. ജർമ്മനിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് സൗത്ത് ഭാഗം എന്ന് പറയുന്നത്. അങ്ങോട്ട് നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചുറ്റും കാണാൻ പറ്റും അതിൻ്റെ ഭംഗി. നമ്മളിപ്പോൾ നോർത്തിൽ നിന്നൊക്കെ സൗത്തിലോട്ട് പോകും തോറും ആ ഒരു പച്ചപ്പും അതുപോലെ തന്നെ ഈ ലാൻഡ്സ്കേപ്പൊക്കെ ചെറിയ ചെറിയ കുന്നുകളും മലകളും വീടുകളും പശുത്തൊഴുത്തുകളും ഒക്കെ നമുക്ക് എന്താ പറയുക, അത് എത്ര നമ്മൾ പറഞ്ഞാലും നമുക്ക് അതിൻ്റെ ഫീലിങ്സ് കിട്ടത്തില്ല. അത് നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര സൂപ്പറാണ്. അത്രയ്ക്കും എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സൗത്ത് ഭാഗം എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ചുറ്റും ആൽപ്സ് പർവ്വതങ്ങളും കുറേ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് തന്നെ ഈ എന്താ പറയുക കേബിൾ കാറ് അങ്ങനെയുള്ളതിലൊക്കെ വളരെയധികം പോപ്പുലറാണ് ആ ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മ്യൂൻഷൻ ഹൗട്ട് ബാനോഫ്, അതായത് മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഊബാൻ എടുത്തിട്ട് റോഡ് ക്രൂയിസ് പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ട്രാവൽ ഉണ്ടാവുള്ളൂ. ജർമ്മനിയിലെ ക്യാപിറ്റലായ ബെർലിൻ പോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള സിറ്റിയാണ് മ്യൂൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന നാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് അവൈലബിലിറ്റി, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഒറ്റ നോട്ടത്തിൽ മ്യൂൻഷൻ എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഇരുന്നു. പക്ഷെ നമ്മളൊരു അറ്റത്ത് എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ ശരവണ അപ്പോമെൻറ്റിൽ പോകണം കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മസാല ദോശ കഴിക്കാൻ വേണ്ടി പോകാം. ഞാനിവിടെ വന്നിട്ട് നമുക്കവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇല്ലാത്ത കാരണം അങ്ങനെ ഇന്ത്യൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പുറത്ത് പോയി. പക്ഷേ ഇവിടെ നമ്മൾ മ്യൂൻഷനിൽ കുറേ ഉണ്ടെന്ന് പറഞ്ഞത്, നമുക്ക് ശരവണഭവനിൽ പോയിട്ട് കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഫുഡാണ് ദോശ. ദോശയുടെ ഏത് വെറൈറ്റി ദോശയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഭയങ്കര സന്തോഷമില്ല കേട്ടോ, മസാല ദോശ കഴിക്കാനുള്ള സന്തോഷമില്ല. ശരവണ ഭവൻ മെനു കണ്ടപ്പോഴേ ഞെട്ടിപ്പോയി എന്ന് പറയാലോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, 100 എത്രയോ തരം ദോശകളുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഒരു ദോശപ്രേമി തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് ഫുഡിൽ എപ്പോൾ ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ദോശ തന്നെയാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ്. ദോശയുടെ എന്ത് വെറൈറ്റി ആണെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ. ആദ്യമൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ, പുറത്തൊക്കെ താമസമായി കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യമായിട്ട് തോന്നിയത് ദോശ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് വെക്കേഷനിലോട്ട് നാട്ടിലോട്ട് പോകുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ആദ്യം ഞാൻ കഴിക്കുന്നതും ദോശ തന്നെയായിരിക്കും കേട്ടോ. വരുമ്പോഴും പോകുമ്പോഴും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യം ദോശ തന്നെയാണ്. ഞാനിവിടെ അതൊരു 3 വർഷമായെങ്കിലും ഇതുപോലത്തെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ടില്ല. കാരണം ഞാനിവിടെ താമസിക്കുന്നിടത്തൊന്നും ഇല്ല കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണുള്ളത്. അവിടെ നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടുള്ളൂ, അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. അങ്ങനെ 4 സ്പൈസി ആയിട്ട്, അതായത് സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് വടയും ചട്നിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല,
വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ എന്താ പറയുക, എനിക്ക് കഴിച്ചിട്ട് കുറേ നാളുകൂടി കഴിക്കണമെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. അടിപൊളിയായിരുന്നു കേട്ടോ. തന്നെ നല്ല ടേസ്റ്റ്. അനു, ആർ യു ഹാപ്പി? നിന്റെ ദോശ ആദ്യം ഉണ്ടാക്കി കല്ല് ചൂടായിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ, എന്റെ ദോശ ഉണ്ടാക്കി 2-3 ദിവസം മുൻപേ ചെയ്തു. പിന്നെയാണ് എന്റെ ദോശ. ഇവിടെ ഞങ്ങളുടെ ചർച്ചാ വിഷയം എന്തെന്നാൽ, നമുക്ക് ആദ്യത്തെ ദോശ കൊണ്ടു തന്നപ്പം ആ ദോശ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മസാല ദോശ നിന്ന് പ്ലേറ്റിൽ എന്താ പറയുക നല്ല വടി പോലെയൊക്കെയല്ലേ കൊണ്ടു തരുന്നത്. ഇത് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ദോശ നല്ല കിടന്നുറങ്ങി അയ്യോ പാവെന്ന് പറഞ്ഞ പോലെ കിട്ടിയത്. അപ്പം ആദ്യം കൊണ്ടുവന്ന ആൾക്ക് ഇങ്ങനെ കിട്ടി, രണ്ടാമത് കൊണ്ടുവന്ന ആൾക്ക് നല്ല അടിപൊളിയായി കിട്ടി. അപ്പം അതെന്ത് പറ്റിയെന്നുള്ള ഞങ്ങളുടെ ചർച്ചയിലാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസാല ദോശ കൂടി അവർ എക്സ്ട്രാ കൊണ്ടു തന്നു കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ പറഞ്ഞ് വേണ്ടാന്ന്. കാരണം ഉണ്ടാക്കി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം അവർ നല്ല അടിപൊളി മസാല ദോശ നമുക്ക് എക്സ്ട്രാ കൊണ്ട് തന്നായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും വെറൈറ്റി ഫുഡാണ് കേട്ടോ ഓർഡർ ചെയ്തത്. റൈസിൻ്റെ താലി ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഓർഡർ ചെയ്ത് മൈസൂർ മസാല ദോശയാണ് കേട്ടോ. എനിക്ക് ആ ഭാഗത്തോട്ടുള്ള ടേസ്റ്റും ആ മസാലയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ഓർഡർ ചെയ്തു. പിന്നെ ഹണിയും അനുവും വന്നിട്ട് നോർമൽ മസാല ദോശ, പിന്നെ കൊച്ചിന് വന്നിട്ട് പൂരിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു. പിന്നെ നമ്മുടെ സ്വീറ്റായിട്ട് റവ കേസരി കൂടെയാണ് കേട്ടോ കഴിച്ചത്. ഒന്നും പറയാനില്ല, ഇതിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല കേട്ടോ. ഫുഡ് കഴിച്ചത് ഇത്തിരിയല്ല കേട്ടോ, കുറച്ച് കൂടുതൽ ഓവറായിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹെവി ഫീലിംഗ് തോന്നാറുണ്ടല്ലേ? എനിക്കുണ്ട്. ഓക്കെ, ഷെറാണ് പോയിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു ഏഷ്യൻ ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ. അതായത് കേരളത്തിലെ കുറേ ബ്രാൻഡഡൊക്കെ കാണാൻ പറ്റി കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല ഇപ്പം. കാരണം ഇപ്പം നമ്മൾ ഉരുളോപ്പിന് പോയതല്ലേ. അത് മാത്രമല്ല, ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരണം. നമ്മുടെ ഇവിടുത്തെ ശ്രീലങ്കൻ ഷോപ്പിൽ ഒരുപാട് ഏഷ്യൻ സാധനങ്ങളൊന്നും കിട്ടത്തില്ലെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വാങ്ങിക്കുന്നത് ഒരു പീനട്ട് മാത്രമാണ് കേട്ടോ. മൂസാക്കിൽ കയറിയിട്ട് ഒളിമ്പ്യ സെന്ററിൽ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. മസാല ദോശ എന്നിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വയറ് നിറഞ്ഞിട്ടുണ്ട്, അതൊന്നുമല്ല. ഇത് വേറെ മോഡൽ സീറ്റ് എന്താ? ആ ലെഫ്റ്റ് ഓർ റൈറ്റ്? അടുത്ത നമ്മളിനി പോകാൻ പോകുന്നത് BMW ഷോറൂം വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇതാണ് BMW മ്യൂസിയം. BMW നമ്മുടെ ഡോയ്ച്ച്ലാൻഡിന്റെ സ്വന്തം പ്രൊഡക്റ്റായ വാഹനത്തിന്റെ മ്യൂസിയം. ബയൺ, അതെ ബയണിലാണ് കേട്ടോ. അതെ, അത് ഡോയ്ച്ച്ലാൻഡ് വരുന്നതാണ്. ഓ, അതെനിക്ക് അറിയായിരുന്നു അല്ലേലും. പക്ഷേ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ഉപയോഗിക്കണം. ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. വെയിലിന് മാത്രമല്ല, വെയിലിന് നല്ല ചൂടായിരുന്നു. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പൊള്ളുന്ന. നാട്ടിലെ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ കാര്യമല്ല. പക്ഷേ ഇവിടെ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഹീറ്റ് അങ്ങോട്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പൊള്ളിക്കില്ലേ, അതുപോലത്തെ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു പുഴുങ്ങുന്ന ഫീൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. ഹിംബറി കോളയോ ഫ്രഷ് കോള് കോളയാ? ഇത് ഫസ്റ്റ് BMW ആണോ? അല്ല, 1952 ഇറങ്ങിയതാണ് അല്ലേ? ആ, BMW എന്താ ഇസെട്ടാ? ഞാൻ വായിച്ചത് കറക്റ്റ് തന്നെയാണോ? ഇസെട്ടാ. ഇതിൻ്റെ ഡോറ് ഫ്രണ്ടിലാണ് കേട്ടോ. ഇതാ ഡോറിൻ്റെ ഓപ്പണിങ് വരുന്നത് ഇവിടുന്നാണ്. ഇവിടെ ഫ്രീ ആണ്, എൻട്രി ഫീസ് ഇല്ല കേട്ടോ.
പറയാതെ തന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും, ജർമ്മൻ പ്രൊഡക്റ്റായ BMW പ്രൊഡക്റ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ബവേരിയാണ് കേട്ടോ. അപ്പോൾ ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ചില കാറുകളിൽ കയറി നമുക്ക് ഫോട്ടോ എടുക്കാനും ടച്ച് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. ചിലത് നമുക്ക് തൊടാൻ പോലും പാടില്ല. എന്തൊരു സ്റ്റൈലാണല്ലേ, നല്ല കളറല്ലേ, സൂപ്പറായിട്ടുണ്ട്. ബൈക്ക് BMW ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അണി ഓക്കെ എന്നാ ചേട്ടാ ബൈ. എന്താ സൂപ്പർ ബൈക്കല്ലേ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ബൈക്കുകളിലൊക്കെ നമുക്ക് കയറിയിരിക്കാം, ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷെ ഓടിക്കാൻ പറ്റില്ല കേട്ടോ, എല്ലാം അവിടെ ലോക്ക്ഡാണ്. എങ്ങനെ ഇറങ്ങി വന്നത് സത്യം സ്റ്റൈലാക്കി എൻ്റെ അമ്മയൊക്കെ പോയി. ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ മെഴുകുന്നില്ല, എന്തെങ്കിലും ഭക്ഷണം കഴിയുമ്പോൾ ലിപ്സ്റ്റിക് എന്നെ ഇരിക്കത്തില്ല, വേഗം ജർമ്മനിക്കൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഹണിക്കുട്ടിക്ക് സൗത്ത് ആഫ്രിക്കയിൽ നഴ്സായി പോകാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ആ നേരത്തെ പോകാൻ തീരുമാനിച്ചായിരുന്നോ? എന്നിട്ട് ഞാൻ സൗത്ത് ആഫ്രിക്ക വിചാരിച്ചു. പാവം, പക്ഷെ എനിക്ക് ദൈവം നല്ലത് ഒരുക്കി വെച്ചിരിക്കുന്നു. നീ എന്നിട്ടോ എന്നിട്ടോ അത് മോശമാ? അല്ല, സാധാ വാളാർ സ്കൂളിൽ പഠിച്ച കുട്ടിക്ക് 6.5 കിട്ടി. പൈസ ഇല്ലായിരുന്നു, അപ്പൊ പിന്നെ ജോലി ചെയ്തിട്ട്. എന്നാലും എന്താ ജർമ്മനിയിൽ 3000 യൂറോ മേടിക്കുന്ന ആളായി അറിയില്ല. 3000 യൂറോ എന്താ 4000 ആണ് ശരിക്കും, നമ്മൾ കുറച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിന്റെ ബാക്കി കമന്റ് വരും, ശരിക്കും അവിടെ നേഴ്സിന് എത്ര സാലറി. അനുവിടെ അനുവിന് സന്തോഷം അത്രയ്ക്കുണ്ട്, എന്നെ പറ്റിക്കുകയാണോ? താങ്ക് യു. മിഠായി തരുമോ? ഇവിടുന്ന് മിഠായി തരുമോ? ഇപ്പം നമ്മളുള്ളത് മരീൻ പ്ലാറ്റ്സിലാണ് കേട്ടോ. ഇവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പള്ളിയുണ്ട്. ഇവിടുത്തെ പള്ളികൾക്കെല്ലാം വളരെ പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ആർക്കിടെക്ചറും സ്ട്രക്ചറുമാണ് നമുക്ക് ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നുന്നത്. പിന്നെ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. രണ്ടാമത്തെ കാഴ്ചയിലെ മ്യൂൺഷൻ അടിപൊളിയല്ലേ, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. പൈസ തരുന്നോ? എടുത്തു കൈയോട്. ഇവിടെയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അനു മിഠായി തെരുവെന്ന് പറയാൻ കാരണം തോന്നുന്നു. എന്തായാലും ഇവിടെ ഒരുപാട് ഇൻ്റർനാഷണൽ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ്സും ഡ്രസ്സുകളും ഒരുപാട് ബ്രാൻഡ് ഐറ്റംസ് നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ.
അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ പ്ലേസും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹൈ ടെക് സിറ്റി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മ്യൂണിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കാൻ കാരണം ഡൊണേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടനയാണ്. അപ്പം ഈ ഇത്രയും വെയിലും പിന്നെ ഇത്രയും ക്രൗഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പതുക്കെ ശ്വാസം എടുത്ത് അനങ്ങാതെ ഇങ്ങനെ മണിക്കൂറുകളിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അത് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നാലും അയാളുടെ ഒരു സഹായിക്കാൻ ഒരു മനസ്സിന് ബിഗ് സല്യൂട്ട്. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. എനിക്ക് എല്ലാം ഭയങ്കര ഇതായിട്ട് തോന്നുന്നു. ഇതിൻ്റെ ആർക്കിടെക്ചർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, പൊളിയാണ്. ഹൈറ്റ് അല്ലേ. ട്രഡീഷണൽ ഡ്രസ്സല്ലേ? എവിടെ? ഡ്രിൻഡല്ലോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എത്രയാ? പാവാടയ്ക്ക് 219. ഓ, ബ്ലൗസിന് 59. പാവാടയ്ക്ക് 219 യൂറോ, ബ്ലൗസിന് 59 യൂറോ. പക്ഷെ എന്ത് സൂപ്പർ കളറാന്നറിയോ? ഇവിടെ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ മിക്കതും തന്നെ പുറത്തുനിന്ന് വരുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ചെറീസ്, ബെറീസ്, അതുപോലെ തന്നെ എന്താ പറയുക ആപ്പിള്, ബിയർന്, അതൊക്കെയാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് ഇവിടെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. എല്ലാവരും മടുത്തിരിക്കുന്നു ഗൈസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉച്ചയാകാനായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ കഴിച്ച ഫുഡിൻ്റെ അളവ് കൂടിപ്പോയി. പിന്നെ വെയിലത്ത് കുറേ നടന്നു. അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നല്ല ടയേർഡായിട്ടോ. പിന്നെ ഞാൻ അതിന് തൊട്ടടുത്ത ദിവസമാണ് ഒരു 12 hours ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ക്ഷീണം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരിപാടികളും കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നഴ്സിംഗ് ഹോസ്പിറ്റലിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ 3 വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓഫ് വിഡ്സ്.